അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരാവുന്ന പ്രിയ ശ്രോതാക്കളെ, പ്രപഞ്ച സൃഷ്ടാവും അഖില ചരാചരങ്ങളുടെ ഉടമസ്ഥനുമാകുന്ന അള്ളാഹുവിൻ്റെ എല്ലാവിധ കൃപാകടാക്ഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ചൊരിയുമാറാകട്ടെ. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും പറയുകയുണ്ടായി, 3 കാര്യങ്ങൾ അഥവാ 2 കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഭവനം നൽകുമെന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, നിങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഒന്നാമതായി ഉപേക്ഷിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ തർക്കം ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രവാചകൻ പറയണത് നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു ഭവനം നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു വിഷയമാണ്, അഥവാ തർക്കം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, പൊതുവെ മനുഷ്യന്മാരെ തർക്ക സ്വഭാവമുള്ള ആൾക്കാരാണ്. ഒരിക്കലും ഒരാളുടെ മുമ്പിലും തോറ്റുകൊടുക്കുന്ന ഒരവസ്ഥ അധികം മനുഷ്യന്മാരുടെ ജീവിതത്തിലും ഉണ്ടാവില്ല. എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് തർക്കിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം എന്തുകൊണ്ടറിയാം സത്യവിശ്വാസികൾ തർക്കിക്കാത്തത്? അവർക്ക് ഈ കാര്യം അറിയാം. അഥവാ മനുഷ്യന്മാരുടെ മുമ്പിലല്ല ഞാൻ ജയിക്കേണ്ടതെന്നും മറിച്ച് പടച്ചവൻ്റെ മുമ്പിലാണ് ഞാൻ ജയിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യിച്ചിട്ടാ നിസ്സാരന്മാരാകുന്ന മനുഷ്യന്മാരുടെ തർക്കത്തിൽ നിന്ന് നല്ല മനുഷ്യന്മാർ മാറി നിൽക്കുന്നു. കാരണം അവർക്ക് ഈ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വർഗത്തിലൊരു ഭവനം അല്ലാഹു കൊടുക്കും. അതാണ് സത്യവിശ്വാസികൾക്ക് ഏറ്റവും വലുത്. അല്ലാതെ തർക്കിച്ച് മറ്റൊരാളുടെ മുമ്പിൽ ജയിച്ചുകൊണ്ടൊന്നും സത്യവിശ്വാസികൾക്ക് അതിലൊന്നൊരു തൃപ്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഒരിക്കലും തർക്കത്തിന് മുതിരാത്തത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, തർക്കം എന്ന് പറയുന്ന ചീത്ത സ്വഭാവം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തന്നെ പറയുന്നുണ്ടേ, അവൻ സത്യത്തിന് വേണ്ടി വാദിക്കുന്നവനാണെങ്കിലും ശരി, അവൻ തർക്കം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. നമ്മൾ സത്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ടും അവർ തർക്കിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ എന്ത് ചെയ്യുക? മാറി നിൽക്കുക എന്നേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അവിടെ തർക്കിക്കരുത് എന്നാണ് അവിടെയും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രണ്ടാമതായിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു ദുശ്ശീലമാണിത്, കളവ് പറയൽ. കളവ് പറയൽ ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭവനം നൽകുമെന്നാണ്. ഇതിനാണ്ടോ നമ്മൾ കളവ് പറയാതിരിക്കുക. അതിപ്പോൾ തമാശ രൂപക്കാണെങ്കിലും അല്ലാതെ ഒന്നും കളവ് പറയരുതെന്നാണ്. ഈ കളവിനെ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടോ, നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭവനം നിങ്ങൾക്ക് നൽകുന്നുള്ളത്. മൂന്നാമതായിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട കാര്യം. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണെങ്കിൽ ഇനി മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. എന്താണെന്നറിയോ? പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ഉന്നതമായ ഭാഗത്ത് ഉപരിഭാഗത്ത് ഒരു ഭവനം അല്ലാഹു നൽകും. അതിനു വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ്. അഥവാ സൽസ്വഭാവിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ ഉന്നതിയിൽ നല്ലൊരു ഭവനം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് നമ്മൾ ജയിക്കേണ്ടത്. നിസ്സാരന്മാരാകുന്ന മനുഷ്യന്മാരുടെ മുമ്പിലല്ല നമ്മൾ ജയിക്കേണ്ടത്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ പ്രോത്സാഹനമോ അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ കയ്യടിയോ അല്ല സത്യവിശ്വാസിക്ക് വലുത്. എന്നെക്കുറിച്ച് എൻ്റെ അള്ള എന്ത് വിചാരിക്കും എന്ന് മാത്രമാണ് സത്യവിശ്വാസി ചിന്തിക്കേണ്ടത്. അപ്പോൾ അള്ളാഹിൻ്റെ ഭാഗത്ത് നമ്മൾ നല്ല മനുഷ്യനാവണമെങ്കിൽ നമ്മൾ തർക്കം ഉപേക്ഷിക്കുക, അതേപോലെ തന്നെ കളവ് ഉപേക്ഷിക്കുക, അതേപോലെ തന്നെ
സൽസ്വഭാവികളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽബുദ്ധി തന്ന് നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.